നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് 1 വർഷം തികയുമ്പോൾ ഒരിക്കൽ കൂടി വെടിനിർത്തലിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ ചത്തുരത്തിൽ പാപ്പ നേതൃത്വം നൽകിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കൊടുവിലാണ് രാജ്യങ്ങൾ തമ്മിൽ ഉടൻ വെടിനിർത്തൽ കരാറുകൾ കൈക്കൊള്ളണമെന്ന അഭ്യർത്ഥന പാപ്പ നടത്തിയത്. ഗാസയിൽ ഇപ്പോഴും നിരവധി ആളുകൾ ബന്ദികളായുണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുതെന്നും അവരുടെ മോചനം ദ്രുതഗതിയിൽ സാധ്യമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. ഉഗാണ്ടൻ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ ആദരിക്കുന്ന ഒരു പുതിയ മ്യൂസിയത്തിനായി പദ്ധതിയിട്ടുകൊണ്ട് ഉഗാണ്ടയിലെ കത്തോലിക്ക സഭ. 2024 സഭ ഉഗാണ്ട രക്തസാക്ഷികളെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയതിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഈ സുപ്രധാന പ്രഖ്യാപനം. രാജ്യത്തെ രക്തസാക്ഷികളുടെ ജീവിതത്തിലെ വിശ്വാസപരമായ ഘടകങ്ങളിൽ മ്യൂസിയം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കപാല ആർക്കിഡയോസിൻ ആർക്കിവിസ്റ്റ് ഫാദർ ആന്റണി അഭിപ്രായപ്പെട്ടു. ആംഗ്ലിക്കൻ സഭ 2015 നാമുംഗോങ്കോയിൽ മ്യൂസിയം തുറന്നത്. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ 1ാം വാർഷിക ദിനമായ ഒക്ടോബർ 7 ഇരകളുടെയും ബന്ദികളുടെയും സ്മരണയ്ക്കായി നൂറുകണക്കിന് ആളുകൾ വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ ഒത്തുകൂടി. ഒക്ടോബർ 7 ഓർമ്മിക്കുക എന്ന പരിപാടിയിൽ ഇസ്രായേലിനെ പിന്തുണച്ച് ക്രൈസ്തവരും ഒത്തുചേർന്നു. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ 1400-ലധികം ഇസ്രായേലികളെ കൊലപ്പെടുത്തിയിരുന്നു. 250 പേരെ ബന്ദികളാക്കിയിരുന്നു. അതിൽ 101 പേർ മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സീറോ മലബാർ സഭയ്ക്ക് രണ്ടാമതൊരു കർദിനാളിനെ നൽകുന്നതുവഴി സഭയെ അംഗീകരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംബ്ലാനി. തന്റെ ഹൃദയത്തിൽ സീറോ മലബാർ സഭയ്ക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഇതിലൂടെ പരിശുദ്ധ പിതാവ് വെളിപ്പെടുത്തി തരികയായിരുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ മോൺസിഞ്ഞോർ ജോർജ് പൂവക്കാട്ട് നിറവേറ്റിയതിനെ തിരുസഭ നൽകുന്ന ഒരു അംഗീകാരമായിട്ട് കൂടി നമുക്കിതിനെ മനസ്സിലാക്കാമെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെതിരെ ഗോവ മുൻ RSS തലവൻ സുഭാഷ് വെല്ലിങ്കൽ നടത്തിയ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. സെന്റ് ഫ്രാൻസിസ് സേവ്യറുടെ DNA പരിശോധിക്കണം എന്ന വെല്ലിങ്കറുടെ പരാമർശമാണ് വിവാദമായത്. വെല്ലിങ്കറിനെതിരെ ഞായറാഴ്ച ദക്ഷിണ ഗോവയിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അതേസമയം വിശ്വാസികൾ സംയമനം പാലിക്കണമെന്ന് ഗോവാതിരൂപത നേതൃത്വം അറിയിച്ചു. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഭരണഘടനയുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇപ്രകാരം മതവിദ്വേഷമുണ്ടാകുന്ന പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് KLCF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ജനറൽ സെക്രട്ടറി ബിജു ജോസി എന്നിവർ പറഞ്ഞു. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.